Dear students, in the last class we discussed about the various types of knowledge and specifically a knowledge which is represented in the form of rules. റൂൾസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് നോളജ് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. റൂൾ ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റംസ് വളരെ പോപ്പുലറാണ്. നമുക്കിനി പഠിക്കാനുള്ളത് ഹൗ ഇൻഫറൻസ് മെക്കാനിസംസ് ഹാപ്പൻ ഇൻ റൂൾ ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം. ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ നോളജ് ബേസ് പരിശോധിക്കുമ്പോൾ അതിലെ നോളജ് കംപ്ലീറ്റ് ആയിട്ട് ഇഫ് ദെൻ എന്നുള്ള റൂൾസ് ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ആ എക്സ്പേർട്ട് സിസ്റ്റം സോഫ്റ്റ്വെയറിനെ, ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് സോഫ്റ്റ്വെയറിനെ നമുക്ക് റൂൾ ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വിളിക്കാം. അപ്പോൾ അതിൻ്റെ നോളജ് ബേസിൽ ഫുള്ള് 100 കണക്കിന് റൂൾസ് ആണുള്ളത്. ഇങ്ങനെ റൂൾസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു നോളജ് ബേസിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്താൻ പോകുന്നത്? ആ ഡിസിഷൻ മേക്കിംഗ് നടത്താനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു കമ്പോണൻറ്റ് എക്സ്പേർട്ട് സിസ്റ്റത്തിൽ ഇൻഫറൻസ് എഞ്ചിനാണ്. നമ്മൾ പഠിച്ചു എക്സ്പേർട്ട് സിസ്റ്റം ആർക്കിടെക്ചറിൽ ഇൻഫറൻസ് എഞ്ചിനാണ് നോളജ് ബേസുമായിട്ട് നിരന്തരം ഇൻട്രാക്ട് ചെയ്ത് ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നത്. ആ ഡിസിഷൻ ഒരു ഇൻ്റലിജൻറ്റ് ഡിസിഷൻ ആയിരിക്കും. സോ here we are going to study with an example how an expert system which has rules in its knowledge base is making a decision using its inference engine. അപ്പോൾ ആദ്യമായിട്ട് ചില ടേംസ് നമുക്ക് അറിഞ്ഞിരിക്കണം. If knowledge is stored in the form of rules, then knowledge base is called rule base. നമ്മൾ പഠിച്ചതാണ് നോളജ് ബേസിനെ റൂൾ ബേസ് എന്ന് വിളിക്കും. എപ്പോഴാ? റൂൾസ് ഉപയോഗിച്ച് നോളജ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ. ഇനി എങ്ങനെയാണ് ഇൻഫറൻസ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ നോളജ് ബേസിന് പകരം റൂൾ ബേസ് എന്നാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. ദ ഇൻഫറൻസ് എഞ്ചിൻ ഈസ് നോൺ ആസ് റൂൾ ഇൻ്റർപ്രിറ്റർ. മറ്റൊരു പേരാണ് റൂൾ ഇൻ്റർപ്രിറ്റർ എന്ന് പറയുന്നത്. There are two methods of working for an inference engine. ഒരു ഇൻഫറൻസ് എഞ്ചിൻ രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡ്സ് ഫോളോ ചെയ്ത് വർക്ക് ചെയ്യാം. വൺ ഈസ് ഫോർവേഡ് റീസണിങ് ഓർ ഫോർവേഡ് ചെയിനിങ്. രണ്ടാമത്തത് ബാക്ക്വേർഡ് റീസണിങ് ഓർ ബാക്ക്വേർഡ് ചെയിനിങ്. അപ്പോൾ ഫോർവേഡ് ചെയിനിങ് എന്നുള്ള പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്ത് ആൻസറിലേക്ക് എത്തിച്ചേരുന്ന, ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്ന എക്സ്പേർട്ട് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതിനെ ഫോർവേഡ് റീസണിങ് എന്നുള്ള പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നതെന്ന് നമ്മൾ പറയും. ബാക്ക്വേർഡ് ചെയിനിങ് അഥവാ ബാക്ക്വേർഡ് റീസണിങ് എന്ന് പറയുന്നത് മറ്റൊരു സ്ട്രാറ്റജിയാണ് ഡിസിഷനിലേക്ക് എത്തിച്ചേരാൻ. രണ്ട് അപ്രോച്ചസ് ആണ് ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻഫറൻസ് എഞ്ചിൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ഫോർവേഡ് ചെയിനിങ് എന്താണെന്ന് കാണാം. ഫോർവേഡ് ചെയിനിങ് ഓർ ഫോർവേഡ് റീസണിങ്. ഇൻ ഫോർവേഡ് ചെയിനിങ് ദ സിസ്റ്റം സ്റ്റാർട്ട്സ് ഫ്രം എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് സെറ്റ് ഓഫ് ഫാക്ട്സ്. അപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൂട്ടം ഫാക്ട്സും വേണം, ഒരു കൂട്ടം റൂൾസും വേണം. റൂൾസ് എവിടെ ഉണ്ട്? നിങ്ങൾ നിർമ്മിച്ച എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ നോളജ് ബേസിൽ റൂൾസ് കിടപ്പുണ്ട്. ഫാക്ട്സ് എവിടെ നിന്ന് കിട്ടും? നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടാണ് ഫാക്ട്സ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു മെഡിക്കൽ എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ മുന്നിലാണ് ചെന്ന് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഇനിഷ്യലായിട്ടുള്ള ഫാക്ട്സുകൾ ആ പറയുന്ന കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ സംസാരിച്ചോ കൊടുക്കുമ്പോഴാണ് ആ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. എങ്ങനെയാണോ നിങ്ങൾ ഡോക്ടറുടെ മുന്നിൽ എത്തിയിട്ട് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കും. എനിക്ക് തലയുടെ ഇടത്ത് വശത്ത് ഭയങ്കരമായ വേദനയുണ്ട്, അപ്പോൾ അവിടെ തലയുടെ ഇടത്തുവശം വേദന, ഇതൊക്കെയാണ് ഫാക്ട്സ് നിങ്ങൾ ഡോക്ടറിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡോക്ടറുടെ നോളജിനെ അപ്ലൈ ചെയ്ത് ഫർദർ ക്വസ്റ്റ്യൻസ് ചോദിച്ച് മുന്നോട്ട് പോയി അയാൾ ഡയഗ്നോസ് ചെയ്ത് ഡിസിഷനിലെത്തുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഒരു കൂട്ടം ഫാക്ട്സുകൾ കൊടുക്കണം, അറിയാവുന്ന ഫാക്ട്സുകളെല്ലാം കൊടുക്കണം. പിന്നെ ഈ പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ കൈവശം റൂൾസും ഇരിപ്പുണ്ട്. ഇറ്റ് ട്രൈസ് ടു ഫൈൻഡ് എ വേ ഓഫ് യൂസിങ് ദോസ് റൂൾസ് ആൻഡ് ഫാക്ട്സ് ടു ഡെഡ്യൂസ് എ കൺക്ലൂഷൻ ഓർ കം അപ്പ് വിത്ത് സ്യൂട്ടബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ ഈ പറയുന്ന ഫാക്ട്സും റൂൾസും ഉപയോഗിച്ച് ദർ ഇസ് എ വേ ഫോർ ദിസ് ഇൻഫറൻസ് എഞ്ചിൻ ബൈ യൂസിങ് ദീസ് റൂൾസ് ആൻഡ് ഫാക്ട്സ്. എന്നിട്ട് ഒരു ഡിഡക്ഷൻ മെത്തേഡ് എന്ന് പറയും. ഒരു ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു രീതിയാണ്.
So it will try to deduce a conclusion or come up with a suitable action suggestion by applying facts and rules. ഇതിനെയാണ് ഡാറ്റ ഡ്രിവൺ റീസണിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുത്ത ഇനിഷ്യൽ ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് റീസണിങ് പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത്. റീസണിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ തിങ്കിങ് പ്രോസസ്സ് എന്ന് നമ്മൾ മനുഷ്യന്റെ കേസിൽ പറയും. ഇതാണെങ്കിൽ റീസണിങ് പ്രോസസ്സ് കമ്പ്യൂട്ടറിനകത്ത് പ്രോസസ്സിങ്ങിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. The reasoning starts from a set of data and ends up at a goal, which is the conclusion. അപ്പോൾ ഇനിഷ്യലായിട്ട് ഒരു സെറ്റ് ഓഫ് ഡാറ്റയിൽ നിന്ന് തുടങ്ങി ഫൈനലിൽ ഒരു ഗോളിൽ എത്തിച്ചേരും. ഗോൾ എന്ന് പറയുന്നത് ദ കൺക്ലൂഷൻ ഓർ ദ ഡിസിഷൻ. ഓക്കെ, ഇതാണ് എക്സ്പെർട്ട് സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യൽ ഫാക്ട്സിൽ നിന്ന് മുന്നോട്ട് പോയി കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നതാണ് ഫോർവേഡ് ചെയിനിങ്ങിന്റെ രീതി. So the first step is to take the facts in the fact database. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എക്സ്പെർട്ട് സിസ്റ്റം ഇനിഷ്യൽ ഫാക്ട്സ് യൂസർ ഇൻ്റർഫേസ് വഴി അക്സെപ്റ്റ് ചെയ്ത് തൻ്റെ പിന്നെ ഇനിഷ്യൽ ഫാക്ട്സ് എവിടെ സ്റ്റോർ ചെയ്യുന്നത്? വർക്കിംഗ് മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. വർക്കിംഗ് മെമ്മറി വേർ കേസ് സ്പെസിഫിക് ഡാറ്റ ഈസ് കെപ്റ്റ് എന്ന് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? അപ്പം വർക്കിംഗ് മെമ്മറിയിൽ കേസ്, ആ പർട്ടിക്കുലർ കേസ്, ഒരു രോഗി ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അത് ഫസ്റ്റ് കേസാണ്. ആ കേസിന് ആവശ്യമായിട്ടുള്ള ഇനിഷ്യൽ ഫാക്ട്സ് കൊണ്ടുപോയി വർക്കിംഗ് മെമ്മറിയിൽ സൂക്ഷിക്കുന്നതാണ് ഇത് ഫാക്ട് ഡാറ്റാബേസിൽ കൊണ്ടുപോയി വെക്കണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോൾ ഫാക്ട്സുകൾ വർക്കിംഗ് മെമ്മറിയിൽ ഇരിപ്പുണ്ട്. ഇനി റൂൾസ് അവിടെ ഉണ്ട്, ഓൾറെഡി സ്റ്റോർഡ് ആണ്. ആ സിസ്റ്റം ഉണ്ടാക്കിയ ആൾക്കാർ തന്നെ നോളജ് ബേസ് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. എക്സ്പേർട്സിൻ്റെ കയ്യിൽ നിന്നുള്ള നോളജ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് കോഡിഫൈ ചെയ്ത് നല്ല രീതിയിൽ നൂറുകണക്കിന് റൂൾസ്, ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഉതകുന്ന റൂൾസ് കോഡിഫൈഡ് രൂപത്തിൽ കമ്പ്യൂട്ടറിനകത്തെ ആ സോഫ്റ്റ്വെയറിനകത്തെ ഒരു പോർഷൻ കമ്പോണൻ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. Then see if any combination of these matches all the antecedent of one of the rules in the database. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ കൊടുത്ത ഇനിഷ്യൽ ഫാക്ട്സുകൾ, ഒന്നോ രണ്ടോ ഫാക്റ്റ് ആയിരിക്കും നമ്മൾ കൊടുത്തതെന്ന് വെച്ചോ. ഈ രണ്ട് ഫാക്റ്റും വരുന്ന, ഇപ്പം രണ്ട് ഫാക്റ്റ് ആകുമ്പോൾ അത് കോമ്പിനേഷൻ ആണ്. ഇപ്പം എ എന്ന് പറയുന്ന ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിംബോളിക്കലായിട്ട് പറയാം. ബി എന്ന് പറയുന്നത് എനിക്ക് പനിയുണ്ട്, ഒരു ഫാക്റ്റ് എ. ഓക്കെ, ബി എനിക്ക് ചുമയുണ്ട്, മറ്റൊരു ഫാക്റ്റ് ബി. അപ്പോൾ എയും ബിയും ആണ് ഇനിഷ്യൽ ഫാക്റ്റ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നോളജ് ബേസിനകത്ത് പരിശോധന നടത്തുകയാണ്. ഈ ഇനിഷ്യൽ ഫാക്ട്സ് ആൻറ്റിസിഡൻ്റ് ആയിട്ട് വരുന്ന ഏതെങ്കിലും റൂൾ ഉണ്ടോ എന്നാണ് ഫോർവേഡ് ചെയിനിങ് പ്രോസസ്സിൽ നോക്കുന്നത്. ആൻറ്റിസിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടീഷണൽ പാർട്ട്. അതായത് ഇഫ് എ ആൻഡ് ബി ദെൻ എന്ന് തുടങ്ങുന്ന ഏതെങ്കിലും റൂൾ ഉണ്ടോ എന്നാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഡിസിഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നോളജ് ബേസിൽ. അങ്ങനെ ഒറ്റ റൂളേ ഉള്ളെങ്കിൽ ദെൻ ദാറ്റ് റൂൾ ഈസ് ട്രിഗേർഡ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 100 നിങ്ങൾ ഫോർ എക്സാമ്പിൾ 100 റൂൾസ് ഉണ്ടെന്ന് വെച്ചോ ആ നോളജ് ബേസിൽ. അതിലെ 77ാമത്തെ റൂളാണ് ഇഫ് എ ആൻഡ് ബി ദെൻ എന്ന് പറയുന്ന റൂൾ എടുത്തിരിക്കുന്നത്. അത് നമ്മളുടെ കേസിൽ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇഫ് എ ആൻഡ് ബി എന്ന് പറയുന്ന ആൻറ്റിസിഡന്റ് പാർട്ട് വരുന്ന ഏതെങ്കിലും റൂൾ ഉണ്ടെങ്കിൽ ആ റൂള് ട്രിഗർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റഡ് ആയി, അത് എടുത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സെലക്റ്റഡ് ആയി എന്നുള്ളതാണ്. ട്രിഗർ ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെഡി ടു ബി എക്സിക്യൂട്ടഡ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി യൂഷ്വലി വെൻ എ റൂൾ ഈസ് ട്രിഗേർഡ് ഇറ്റ് ഈസ് ദെൻ ഫയർഡ്. ഇങ്ങനെ ട്രിഗർ ചെയ്യപ്പെട്ട റൂൾ സാധാരണ രീതിയിലാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്, അതായത് ആക്ഷനിലേക്ക് പോകാൻ പോവുകയാണ്. ദെൻ എന്താണോ ആ ദെന്ന് പറയുന്ന കണ്ടീഷനാണ് ഇനി ഇപ്പോൾ അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. ഏത്? ഈ എക്സ്പെർട്ട് സിസ്റ്റം. കാരണം ഇഫ് എ ആൻഡ് ബി ട്രൂ ആണല്ലോ, ദെൻ എന്താണ്? ദെൻ യു ഹാവ് ടു പെർഫോം സി എന്നാണ്. പെർഫോം സി എന്നാണ് കൺക്ലൂഷൻ എങ്കിൽ പെർഫോം സി എന്ന് പറയുന്ന കൺക്ലൂഷൻ ചെയ്യാനായിട്ട് പോകും. ഇപ്പം ട്രിഗർ ചെയ്ത റൂള് അടുത്ത സ്റ്റെപ്പിൽ ഫയർ ചെയ്യപ്പെടും എന്ന് പറയും. ഫയർ ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടഡ് എന്നാണ് അർത്ഥം. ഇറ്റ്സ് ആക്ഷൻ പാർട്ട് ഈസ് എക്സിക്യൂട്ടഡ്. അപ്പോൾ ഇഫ് ദെൻ സ്റ്റേറ്റ്മെന്റിനകത്ത് ദെന്നിന് ശേഷമുള്ള പാർട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടും, ഫയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. എന്നിട്ട് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ദ കൺക്ലൂഷൻ ഈസ് ആഡഡ് ടു ദ ഫാക്ട് ഡാറ്റാബേസ്. അപ്പോൾ അടുത്ത എന്താണ്? ആ കൺക്ലൂഷൻ പാർട്ട്. കൺക്ലൂഷൻ പാർട്ട് എന്തുവാ? ഇഫ് എ ആൻഡ് ബി ദെൻ പെർഫോം സി എന്നല്ലേ കിടക്കുന്നത്. അപ്പോൾ സി എന്ന് പറയുന്നത് നടക്കും, എക്സിക്യൂട്ട് ചെയ്യും. അതായത് സി ഒരു ട്രൂത്തായി മാറും അവിടെ. അപ്പോൾ എന്ത് പറ്റും? ഫാക്ട് ഡാറ്റാബേസിൽ ഓൾറെഡി എയും ബിയും ഉണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത് ഫയർ ചെയ്ത റൂളിനകത്തെ കണ്ടീഷൻ പാർട്ടായിട്ടുള്ള പിന്നെ എ ആൻഡ് ബി ഓൾറെഡി ഉണ്ട്, ആക്ഷൻ പാർട്ടായിട്ടുള്ള സിയും കൂടി ഫാക്ട് ഡാറ്റാബേസിൽ വരും. അപ്പോൾ ഫാക്ട് ഡാറ്റാബേസ് ഇപ്പം ഈ റൂള് ഫയർ ചെയ്ത് കഴിയുമ്പം എന്തെല്ലാം ഉണ്ട്?
എ കോമ ബി കോമ സി ഇത്രയും കാര്യങ്ങൾ ഫാക്ട് ഡാറ്റാബേസിൽ കാണും. ഓക്കെ, ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളിവിടെ നോക്കുക, ഒരു എക്സാമ്പിളിനകത്ത് പിന്നെ ഒരു ബിൽഡിങ് 4 നില ബിൽഡിങ്ങിനകത്ത് ഒരു ലിഫ്റ്റിൻ്റെ ഒരു കേസാണ് ഞാനിവിടെ എക്സാമ്പിളായിട്ട് പറയാൻ പോകുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ആൻ ഇലവേറ്റർ ഇൻ എ 4-story ബിൽഡിംഗ്. 4 നില ബിൽഡിങ്ങിനകത്ത് ആൾക്കാരെ മുകളിലോട്ടും താഴോട്ടും കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു എലവേറ്ററിനെ, ഒരു ലിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഇലവേറ്ററിനെ സംബന്ധിക്കുന്ന റൂളാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 4 നില കെട്ടിടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിൻ്റെ ഓരോ ഫ്ലോറിലും സ്വിച്ചസ് ഉണ്ട്. ആ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ മേളിലോട്ട് പോകാനേ വെക്കൂ. എന്നിട്ട് പിന്നെ അവിടെ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ മേളിൽ നിൽക്കുന്ന ലിഫ്റ്റ് താഴോട്ട് വരും. ഇനി 1-ാം നിലയിലാണെങ്കിൽ മേളിലോട്ടും താഴോട്ടും പോകാൻ വെക്കും. ഓക്കെ, അതുപോലെ തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനും വെക്കും. ഇനി അതിൻ്റെ മേളത്തെ 3-ാമത്തെ നിലയിലാണെങ്കിലും മുകളിലോട്ടും താഴോട്ടും പോകാം. 4-ാമത്തെ നിലയിലാണെങ്കിൽ മുകളിലോട്ട് പോകാൻ ഒക്കത്തില്ല, താഴോട്ട് മാത്രമേ പോകാൻ ഒക്കൂ. അവിടോട്ട് ഈ ലിഫ്റ്റ് കൊണ്ടുവരാൻ ഒക്കും. ഈ ഒരു റിയലിസ്റ്റിക് സിനേറിയോ നിങ്ങളൊന്ന് ചിന്തിക്കണം. 4 നില കെട്ടിടം, ലിഫ്റ്റാണ്. ലിഫ്റ്റിൻ്റെ ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ലിഫ്റ്റ് കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, ഈ ലിഫ്റ്റിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു എക്സ്പേർട്ട് ചെറിയ സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, അതെങ്ങനെയാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോവുക. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നോളജ് ബേസിനകത്ത് ഏതെല്ലാം പോസിബിൾ ആയിട്ടുള്ള കേസസ് ഉണ്ടോ അതെല്ലാം റൂളിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ആ റൂളിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന അനുസരിച്ചാണ് സ്വിച്ച് അമർത്തുമ്പോഴത്തേന് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടി വരുന്നത്. ഉദാഹരണത്തിന് റൂൾ നമ്പർ 1, ഇഫ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ ആൻഡ് ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ ദെൻ ഓപ്പൺ ഡോർ. അതായത് നിങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ വെച്ചിട്ടാണ് സ്വിച്ച് അമർത്തുന്നതെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ലിഫ്റ്റ് നിൽക്കുന്നത്. ലിഫ്റ്റിൻ്റെ പൊസിഷൻ ഇങ്ങനെ ആയിരിക്കുമല്ലോ. ചില സമയത്ത് 1-ാമത്തെ ഫ്ലോറിൽ വന്ന് അതവിടെ സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ സ്വിച്ച് അമർത്താൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുകൊണ്ട് സ്വിച്ച് അമർത്തുമ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഫ്ലോറിലാണ്, എന്നിട്ട് നിങ്ങൾ സ്വിച്ച് അമർത്തുകയാണ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുകൊണ്ട്. അതിൻ്റെ അർത്ഥം എന്തുവാ, ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് എനിക്ക് ഉള്ളിലേക്ക് കയറണം, ലിഫ്റ്റിനകത്തേക്ക് കയറണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നിൽക്കുന്ന ലിഫ്റ്റ് ഇനി മേളിൽ നിന്ന് താഴോട്ടൊന്നും വരണ്ടല്ലോ, അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട് വരണ്ടല്ലോ. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഡോറ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി, ആൾ അതിനകത്ത് കയറും. അപ്പോൾ ഇഫ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ and button is pressed on the first floor then open door. ഇനി 2-ാമത്തെ റൂള്, if on the first floor and button is pressed on the second floor then go to the second floor. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ വെച്ചിട്ടാണ് ബട്ടൺ പ്രസ് ചെയ്യുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ നിന്നുകൊണ്ട് ഒരാൾ ബട്ടൺ പ്രസ് ചെയ്യുന്നു. പക്ഷേ ലിഫ്റ്റ് ഇപ്പോൾ എവിടെ നിൽക്കുക, ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം, ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുന്ന ഈ ലിഫ്റ്റ് മുകളിലേക്ക് പോകണം, എന്നിട്ട് സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകേണ്ടുന്നതായിട്ടുള്ള കേസാണ് ഉള്ളത്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലിഫ്റ്റ് ഫസ്റ്റ് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ ഉടനെയുള്ള ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിഫ്റ്റ് മൂവ് ചെയ്ത് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇഫ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ ആൻഡ് ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ തേർഡ് ഫ്ലോർ. ഇപ്പോൾ ലിഫ്റ്റ് ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുക, അപ്പോഴാണ് തേർഡ് ഫ്ലോറിൽ നിന്നുകൊണ്ട് ഒരാൾ ബട്ടൺ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഫ്രം ദ ഫസ്റ്റ് ഫ്ലോർ ഇറ്റ് ഹാസ് ടു ഗോ ടു ദ തേർഡ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുന്ന ഈ ലിഫ്റ്റ് സെക്കൻഡ് ഫ്ലോർ കഴിഞ്ഞ് തേർഡ് ഫ്ലോറിലേക്ക് എത്തണം എന്നാണ് ഡിസിഷൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഇഫ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ ആൻഡ് ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ ആൻഡ് ഓൾറെഡി ഗോയിങ് ടു ദ തേർഡ് ഫ്ലോർ ദെൻ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ലിഫ്റ്റ് സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കുക, ഓക്കെ, ബട്ടൺ ഫസ്റ്റ് ഫ്ലോറിൽ പ്രസ് ചെയ്യുക, തൊട്ട് താഴത്തെ നിലയിൽ ഒരാൾ ബട്ടൺ പ്രസ് ചെയ്ത്. പക്ഷേ ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ലിഫ്റ്റ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്ന സമയത്താണ് ഫസ്റ്റ് ഫ്ലോറിൽ ബട്ടൺ പ്രസ് ചെയ്യുന്നത്. ഇത് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് മേളത്തെ നിലയിലോട്ട് പോകാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക, അപ്പോഴാണ് ഫസ്റ്റ് ഫ്ലോറിൽ പ്രസ്സിങ് നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഇറ്റ് ഈസ് ഗോയിങ് ടു ദ തേർഡ് ഫ്ലോറാണ്. അതായത് സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കുകയും മുകളിലോട്ടുള്ള പോക്കിൻ്റെ ഇടയിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുകൊണ്ട് ഒരാൾ ബട്ടൺ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, മേളിൽ പോയിട്ടല്ലേ താഴോട്ട് ഇറങ്ങി വരൂ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ദെൻ റിമെമ്പർ ടു ഗോ ടു ദി ഫസ്റ്റ് ഫ്ലോർ. മേളിൽ ചെന്നിട്ട് തേർഡ് ഫ്ലോറിൽ ചെന്നതിന് ശേഷം അവിടുത്തെ ആളുകളെ ഇറക്കിയതിന് ശേഷം തിരിച്ചെവിടെ വരണം, ഫസ്റ്റ് ഫ്ലോറിൽ വരണം.
അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ പ്രസ് ചെയ്യുന്നു, പക്ഷേ ലിഫ്റ്റ് സെക്കൻഡ് ഫ്ലോറിലും മുകളിലോട്ട് തേർഡ് ഫ്ലോറിലും പോവുകയാണെങ്കിൽ അത് നേരെ തേർഡ് ഫ്ലോറിൽ പോയതിന് ശേഷം തിരിച്ച് ഫസ്റ്റ് ഫ്ലോറിൽ വരണം. ഇങ്ങനെയുള്ള 4 കണ്ടീഷൻ ആണ് ഡാറ്റാബേസിനകത്ത്, നോളജ് ബേസിനകത്ത് ഉള്ളത്. ഇത് വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിമ്പിൾ കേസാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ 4 കേസൊന്നും അല്ല, ഒരുപാട് കേസസ് ഓരോന്നിനും എഴുതേണ്ടി വരും. ഓക്കെ, പക്ഷേ നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഈ 4 റൂൾസ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ഡിസിഷൻ ഫോർവേഡ് ചെയിനിങ്ങിൽ നടത്തുന്നു എന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ് us imagine that we start with the following facts in the database. അപ്പോൾ ഒരു കേസാണ് എടുക്കാൻ പോകുന്നത്. കേസ് 1 എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നോളജ് ബേസിൽ ഈ പറഞ്ഞ 4 റൂൾസ് ഉണ്ട്. ഓക്കെ, കേസ് ഒന്നുമില്ല. ഈ 4 റൂൾസ് ഉപയോഗിച്ച് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോഴാണ് ഒന്നാമത്തെ കേസ് നടക്കുന്നത്. എന്താ ഒന്നാമത്തെ കേസ്? ഫോർവേഡ് ചെയിനിങ് ഉപയോഗിച്ച് ഈ റൂൾ ബേസിൽ നിന്ന് ഡിസിഷൻ എങ്ങനെ എടുക്കുന്നു എന്നാണ് പറയാൻ പോകുന്നത്. ഫാക്ട് 1, ഒന്നാമത് ഇൻപുട്ടായിട്ട് കിട്ടിയിരിക്കുന്ന ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഇൻഫർമേഷൻ, ഈ ലിഫ്റ്റ് സിസ്റ്റത്തിന് കിട്ടുന്ന ഫാക്ട് എന്ന് പറയുന്നത് അറ്റ് ദ ഫസ്റ്റ് ഫ്ലോർ, ലിഫ്റ്റ് ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുകയാണ്. ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ തേർഡ് ഫ്ലോർ, 3-ാം നിലയിലാണ് ബട്ടൺ പ്രസ് ചെയ്തത്, അതും അറിയുന്നുണ്ട്. ടുഡേ ഈസ് ട്യൂസ്ഡേ, മൂന്നാമത്തെ എന്തുവാ? ടുഡേ ഈസ് ട്യൂസ്ഡേ. ടുഡേ ഈസ് ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡേറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതും അറിയാം. അത് ഇറലവൻ്റ് ആണ്, പക്ഷേ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത് അറിയുന്നു. കാരണം ടുഡേയ്സ് ട്യൂസ്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ചില ദിവസങ്ങളിലാണെങ്കിൽ ലിഫ്റ്റ് കൺട്രോൾ ഉണ്ട്. ഇപ്പോൾ ടെക്നോ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ 7 നിലയാണെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച 4 നില വരെ ലിഫ്റ്റ് പോകും. ഓക്കെ, അങ്ങനെ ഒരു കേസുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഈ ടൈമറും കൂടെ അതിനകത്ത് ടൈമിങ്ങിൻ്റെ ഡേറ്റിൻ്റെ ഒക്കെ ഉള്ളത് സ്വിച്ചിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഈ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന റൂൾസ് 4 എണ്ണത്തിനകത്ത് ഈ ട്യൂസ്ഡേയുടെ കാര്യം എടുക്കത്തില്ല. അപ്പോൾ ഇനിഷ്യൽ ഫാക്ട് എന്ന് പറയുന്നത് അറ്റ് ദ ഫസ്റ്റ് ഫ്ലോർ, ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ തേർഡ് ഫ്ലോർ ആൻഡ് ടുഡേ ഈസ് ട്യൂസ്ഡേ. ഇത്രയും കാര്യങ്ങൾ സിസ്റ്റത്തിന് കിട്ടി. ഇനി ഡിസിഷൻ എടുക്കണം. സോ ഹൗ ഇറ്റ് വർക്ക്സ്? ദ സിസ്റ്റം എക്സാമിൻസ് ദ റൂൾസ് യൂസിങ് ദ ഗിവൺ ഫാക്ട്. കിട്ടിയ ഫാക്റ്റിൽ നിന്ന് റൂൾസ് പരിശോധിക്കാൻ പോവാം. അപ്പോൾ കിട്ടിയ ഫാക്റ്റിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നിങ്ങളൊന്ന് ചോദിക്കുക. ഫസ്റ്റ് ഫ്ലോർ ആണ്, ബട്ടൺ തേർഡ് ഫ്ലോറിൽ പ്രസ് ചെയ്യപ്പെട്ടു. അപ്പോൾ അങ്ങോട്ട് പോകണമെന്നല്ലേ എൻ്റെ അർത്ഥം. It finds that fact 1 and fact 2 matches with the antecedent of rule 3. എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ നോളജ് ബേസ് പരിശോധിക്കുമ്പോൾ നോളജ് ബേസ് ഇതാ നടക്കുന്നത്. ഈ നോളജ് ബേസിനകത്ത് 4 റൂൾസ് ഉണ്ട്. ഈ 4 റൂൾസിൽ ഈ 3 ഫാക്റ്റുകൾ ഒരുമിച്ച് വരുന്ന ഒന്നില്ല. അതായത് ടുഡേ ഈസ് ട്യൂസ്ഡേ എന്നുള്ള കണ്ടീഷൻ ഇല്ല. പിന്നെ വേറെ ഏതൊക്കെയുണ്ട്? 2 കേസുകളുണ്ട്. അതായത് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ, ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ തേർഡ് ഫ്ലോർ. ഈ 2 കേസ് നടന്നിട്ടുണ്ട് അവിടെ. ആ 2 കേസ് വരുന്ന ആൻറ്റിസിഡന്റ് കണ്ടീഷണൽ പാർട്ടുള്ള ഏതെങ്കിലും റൂൾ ഉണ്ടോ എന്ന് നോക്കിയേ. ഒന്നാമത്തെ നോക്കിയേ, ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ, ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ. അല്ലല്ലോ, അല്ല. റൂൾ 2 നോക്കിയേ, ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ, ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ. അതും അല്ലല്ലോ നടന്നിരിക്കുന്നത് കേസ് 1. ഇനി മൂന്നാമത്തെ റൂൾ നോക്കുക, ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ, ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ തേർഡ് ഫ്ലോർ. ഇതാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കേസിൽ ബട്ടൺ തേർഡ് ഫ്ലോറിൽ പ്രസ് ചെയ്തു, ലിഫ്റ്റ് ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുന്ന കേസിൽ റൂൾ നമ്പർ 3യുടെ ആൻറ്റിസിഡന്റ് പാർട്ട് മാച്ചിങ് ആണ്. അപ്പോൾ ഈ റൂളാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടുന്നത്? ട്രിഗർ ചെയ്യപ്പെടേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്നത്. ഹെൻസ് റൂൾ 3 ഈസ് ട്രിഗേർഡ് ആൻഡ് ഫയർഡ്. അപ്പോൾ റൂൾ 3 എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്യപ്പെടുന്നു, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിൻ്റെ എക്സിക്യൂഷൻ പാർട്ടിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? റൂൾ 3യിൽ ഗോ ടു തേർഡ് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുന്ന സാധനം സെക്കൻഡ് ഫ്ലോർ വഴി തേർഡ് ഫ്ലോറിൽ എത്തിച്ചേരണമെന്നാണ് കണ്ടീഷനുകൾ. അപ്പോൾ അത് നടക്കും. അതാണ് റൂൾ 3 ഫയേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് കൺക്ലൂഷൻ ഗോ ടു തേർഡ് ഫ്ലോർ ഈസ് ആഡഡ് ടു ദ ഫാക്ട് ഡാറ്റാബേസ്. അപ്പോൾ ഫാക്ട് ഡാറ്റാബേസിലേക്ക് ഗോ ടു ദി തേർഡ് ഫ്ലോർ ആഡ് ചെയ്യപ്പെടും. ദ റിസൾട്ട് ഇൻ ദ എലവേറ്റർ വിൽ ഹെഡ് ടുവേർഡ്സ് ദ തേർഡ് ഫ്ലോർ. ഇപ്പോൾ ഈ ആക്ഷൻ നടക്കുന്നത് കൊണ്ട് ലിഫ്റ്റ് എന്ത് ചെയ്യും? പതുക്കെ നീങ്ങാൻ തുടങ്ങും തേർഡ് ഫ്ലോറിലോട്ട്. ഈ റൂള് എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ആക്ഷൻ പെർഫോം ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഈ പറയുന്ന സിസ്റ്റത്തിന് വർക്കിങ്. നോട്ട് ദാറ്റ് ഫാക്ട് 3 വാസ് ഇഗ്നോർഡ് ഓൾ ടുഗദർ ബിക്കോസ് ഇറ്റ് ഡിഡ് നോട്ട് മാച്ച് വിത്ത് ആൻറ്റിസിഡന്റ് ഓഫ് എനി റൂൾസ്. അപ്പോൾ നമ്മൾ ഫാക്ട് 3 ഫാക്ട് കൊടുത്തതിൽ മൂന്നാമത്തെ ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ആ റൂളിലില്ല. അതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യപ്പെടും. ഓക്കെ, അതിന് പ്രസക്തി ഇല്ല. അങ്ങനെയുള്ള റൂൾസ് ഇല്ലാത്തത് കൊണ്ട് അത് കളഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാം വരുന്ന ഏതുണ്ടോ അതാണ് ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ഇതാണ് സിമ്പിൾ കേസ്. നൗ ലെറ്റ് ദ എലവേറ്റർ ഈസ് ഓൺ ദ വേ ടു ദി തേർഡ് ഫ്ലോർ ആൻഡ് ഹാസ് റീച്ച് ദ സെക്കൻഡ് ഫ്ലോർ വെൻ ദ ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ. ഇപ്പോൾ എന്താ? രണ്ടാമത്തെ കേസാണ്.
രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഫ്ലോറിൽ നിൽക്കുമായിരുന്നല്ലോ ഈ ഇലവേറ്റർ പതുക്കെ മൂന്നാം നിലയിലോട്ട് പോകാനായിട്ടുള്ള ഡിസിഷൻ എടുത്ത് പോയിക്കൊണ്ടിരിക്കുക. അത് മൂന്നാം നിലയിലോട്ട് പോകുന്ന വഴിയിൽ രണ്ടാം നിലയിലെത്തി. അപ്പോഴാണ് ഫസ്റ്റ് ഫ്ലോറിൽ വീണ്ടും ഒരാൾ വന്ന് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ട് മുമ്പിലത്തെ ആക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ആ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ വെച്ച് ഒരാൾ എന്ത് ചെയ്യുക, ബട്ടൺ പ്രസ് ചെയ്യുക, ഫസ്റ്റ് ഫ്ലോറിൽ വരണമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ ലിഫ്റ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തൊട്ട് മുമ്പിലത്തെ ഡിസിഷൻ എടുത്തുകൊണ്ട് അത് സെക്കൻഡ് ഫ്ലോർ വഴി തേർഡ് ഫ്ലോറിലോട്ട് പോയിക്കൊണ്ടിരുന്ന് സെക്കൻഡ് ഫ്ലോറിൽ എത്തിയപ്പോഴാണ് ബട്ടൺ പ്രസ് ഫസ്റ്റ് ഫ്ലോറിൽ നടക്കുന്നത്. The fact button pressed on the first floor is now added to the database. അപ്പോൾ എന്ത് സംഭവിക്കുക, ഈ ഫാക്ട്, ഇനിഷ്യൽ ഫാക്ട്, ഇൻപുട്ട് ഫാക്ട് എന്ന് പറയുന്നത് എപ്പോഴും ഈ എക്സ്പെർട്ട് സിസ്റ്റം റിസീവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പുതിയൊരു കാര്യം കൂടെ വന്നു. എന്താ പുതിയൊരു കാര്യം? ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ. ഇപ്പോൾ ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ ആണ് അടുത്ത പുതുതായിട്ട് ഇനിഷ്യൽ ഫാക്റ്റുകളുടെ കൂട്ടത്തിലേക്ക് വന്ന് ആഡ് ചെയ്യപ്പെടുന്ന കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്ഡേറ്റഡ് വർക്കിംഗ് മെമ്മറി വിത്ത് കേസ് ഡാറ്റ നോക്കിയേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഫാക്റ്റായിട്ട് വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. അറ്റ് ദ ഫസ്റ്റ് ഫ്ലോർ ഓൾറെഡി ഉണ്ട്. ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ തേർഡ് ഫ്ലോർ. ടുഡേ ഈസ് ട്യൂസ്ഡേ. പഴയ കേസുകൾ ഓൾറെഡി ഉണ്ട്. പിന്നെ ആക്ഷൻ എടുത്തെന്ന് ഞാൻ പറഞ്ഞല്ലോ തൊട്ട് മുമ്പ്. ആ ഒന്നാമത്തെ കേസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഗോയിങ് ടു ദ തേർഡ് ഫ്ലോർ. ഇനി അത് കഴിഞ്ഞ് ഗോയിങ് ടു ദ തേർഡ് ഫ്ലോർ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് പുതിയ ഒരു കാര്യം കൂടെ നടന്നത്. എന്താ നടന്നത്? ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ. അങ്ങനെ 5 ഫാക്റ്റുകളാണ് ഇപ്പോൾ ഫാക്ട് ഡാറ്റാബേസിൽ എടുത്തത്. അപ്പം പുതിയ ഒരു ഫാക്ട് കൂടെ വരുമ്പോൾ വീണ്ടും ഡിസിഷൻ എടുക്കണമല്ലോ. ഓക്കെ, അടുത്ത ഡിസിഷൻ. അപ്പോൾ ദിസ് റിസൾട്ട്സ് ഇൻ റൂൾ ഫോർ ഫയറിംഗ്. അപ്പോൾ നിങ്ങളുടെ ഡാറ്റാബേസ് നോക്കിയേ, റൂൾ ബേസ് നോക്കിയേ. ഇപ്പോൾ 5 എണ്ണം ഉണ്ട്. 5 എണ്ണത്തിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മാച്ച് ചെയ്യാൻ പോകുന്നത് ഏത് എന്ന് നോക്കുന്ന ഉടനെ നിങ്ങൾ ഈ ഡാറ്റാബേസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. 4ാമത്തെ റൂൾ നോക്കിയേ. ആദ്യത്തെ നമ്മൾ കൺസിഡർ ചെയ്തു, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇനി 4ാമത്തെ റൂള്, ഇഫ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ ആൻഡ് ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ ആൻഡ് ദെൻ ഓൾറെഡി ഗോയിങ് ടു ദ തേർഡ് ഫ്ലോർ. കണ്ട, ഈ റൂൾ നമ്പർ 4ൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷനും ഇപ്പം നമ്മുടെ ഫാക്ട് ഡാറ്റാബേസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് പിന്നെ ഒരു വ്യക്തി ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ 3 കാര്യങ്ങളോട് ഒരുമിച്ച് ഹോൾഡ് ചെയ്യുന്നതാണ് നടക്കുന്നത്. അപ്പോൾ അടുത്ത ട്രിഗർ ചെയ്യപ്പെടേണ്ട റൂൾ ഏതാ? റൂൾ നമ്പർ 4 ഇപ്പം ഓക്കെ ആക്കിയിരിക്കുക. അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റൂൾ നമ്പർ 4 ട്രിഗർ ചെയ്യുകയും ഫയർ ചെയ്യുകയും ചെയ്യും. അതാണ് അടുത്തതായിട്ട് നടക്കേണ്ടത്. തൊട്ട് മുമ്പിലത്തെ കേസിൽ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് തേർഡ് ഫ്ലോറിലോട്ട് പോകുമല്ലോ. അപ്പോൾ തേർഡ് ഫ്ലോറിൽ പോയിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഓൾറെഡി ഗോയിങ് ടു ദ തേർഡ് ഫ്ലോറാണ്. തേർഡ് ഫ്ലോറിൽ ചെന്ന് തൊട്ട് മുമ്പ് ചെയ്യേണ്ടുന്ന ആക്ഷൻ പെർഫോം ചെയ്തിട്ട് ഇനി തിരിച്ചെവിടെ വരണം? തിരിച്ച് താഴെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തണം. അതാണ് റൂൾ നമ്പർ 4. അപ്പോൾ റൂൾ നമ്പർ 4 ഈസ് ഫയറിങ്. ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ കേസ് 1 കഴിഞ്ഞു, കേസ് 2 കഴിഞ്ഞു. കേസ് 2 ഇപ്പോൾ റൂള് ബേസ് ചെയ്തിട്ട് ആക്ഷൻ എടുത്തു. ഇനി കൺസിഡർ അനദർ കേസ്. ഇനി മറ്റൊരു കേസ് എടുത്തേ. സപ്പോസ് അറ്റ് അനദർ ഡേ ദ ഫാക്ട്സ് പ്രസന്റ് ആർ. ഇനി വേറൊരു ദിവസത്തെ കേസ് 3 ആണ്. അറ്റ് ദ ഫസ്റ്റ് ഫ്ലോർ ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ, ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ തേർഡ് ഫ്ലോർ. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത് വേറൊരു ദിവസം നോക്കിയപ്പോഴത്തേന് ഇനിഷ്യൽ ഡാറ്റ ഈ ലിഫ്റ്റിന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുക. അപ്പോഴാണ് ബട്ടൺ പ്രസ്സിങ് നടത്തുന്നത്. ഏകദേശം സൈമിൾട്ടേനിയസ് ആയിട്ട് 2ാം നിലയിലും 3ാം നിലയിലും ആൾക്കാർ ബട്ടണിൽ പ്രസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇൻ ദിസ് കേസ് 2 റൂൾസ് ആർ ട്രിഗേർഡ്. ഇങ്ങനെ വരുമ്പോൾ 2 റൂൾസ് ട്രിഗർ ചെയ്യപ്പെടും. എന്തൊക്കെയാണ് 2 റൂൾസ് എന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ഞാൻ ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാം ആ റൂൾസ്. കണ്ടോ? ഒന്ന്, ഇഫ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ, അത് ശരിയാണ്. ആൻഡ് ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ, അതല്ല. കാരണം ഫസ്റ്റ് ഫ്ലോറിലല്ല ബട്ടൺ പ്രസ് ചെയ്തത്, സെക്കൻഡ് ഫ്ലോറിലാണ് ബട്ടൺ പ്രസ് ചെയ്തത്. ഇഫ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ, കറക്റ്റ്. ആ ആക്ഷനാണ് ഇപ്പം പുതിയ ദിവസത്തിൽ നടന്നിരിക്കുന്നത്. അതായത് ലിഫ്റ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ്, ബട്ടൺ പ്രസ് ചെയ്യപ്പെട്ടത് 2ാം ഫ്ലോറിലാണ്. അത് അവിടെ നടന്നു. അപ്പോൾ ആ റൂൾ നമ്പർ 2. റൂൾ നമ്പർ 3 നോക്കിക്കേ. ഇഫ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ ആൻഡ് ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ തേർഡ് ഫ്ലോർ. ബട്ടൺ ഈസ് പ്രസ്ഡ് ഓൺ ദ തേർഡ് ഫ്ലോറും അവിടെ നടന്നിട്ടുണ്ട്. രണ്ട് ആക്ഷനാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ റൂൾ നമ്പർ 2ഉം റൂൾ നമ്പർ 3യും പിന്നെ യഥാർത്ഥത്തിൽ ആപ്ലിക്കബിൾ ആകുന്ന ഒരു കേസാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഇൻ ദിസ് കേസ്, അതായത് കേസ് നമ്പർ 3യിൽ ഇനിഷ്യൽ ഫാക്ട് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുന്നു, ബട്ടൺ പ്രസ് ചെയ്യപ്പെട്ടത് 2ാം നില, ബട്ടൺ പ്രസ് ചെയ്യപ്പെട്ടത് 3ാം നില. അത്രയും കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? 2 റൂളുകൾ സെലക്ട് ചെയ്യുക. രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുമോ?
അതാണ് പ്രശ്നം. ഇൻ ദിസ് കേസ് 2 റൂൾസ് ആർ ട്രിഗർഡ്. 2 റൂള് ആക്ഷൻ പെർഫോം ചെയ്യാനായിട്ട് ട്രിഗർ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഓക്കെ, അടുത്തത് ഫയറിംഗ് ആണ്. അപ്പോൾ റൂൾ നമ്പർ 2 ആൻഡ് റൂൾ നമ്പർ 3 ആണ് ഈ ഫയർ ചെയ്യാവുന്നത്. റൂൾ നമ്പർ 2 എടുക്കുകയാണെങ്കിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുകയാണെങ്കിൽ സെക്കൻഡ് ഫ്ലോറിൽ പോകണം. റൂൾ നമ്പർ 3 എന്തോ എഴുതിയിരിക്കുന്നത്? ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുകൊണ്ട് ബട്ടൺ 3-ാം നിലയിലാണെങ്കിൽ നേരെ 3-ാം നിലയിൽ പോകണമെന്ന്. ഇപ്പോൾ 2-ാം നിലയിൽ നിർത്താതെ 3-ാം നിലയിൽ പോവോ അതോ 2-ാം നിലയിൽ എത്തി പിന്നെ 3-ാം നിലയിൽ പോകും? ഇതാണ് ചോദ്യം. ഇതെങ്ങനെ ചെയ്യും? ഇൻ സച്ച് കേസസ് there are more than one possible conclusion, conflict resolution needs to be applied to decide which rule to fire. കണ്ടോ, ഇങ്ങനെ കോൺഫ്ലിക്റ്റ് റെസല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യവും കൂടി ഈ പറയുന്ന എക്സ്പേർട്ട് സിസ്റ്റത്തിനകത്ത് വേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ റൂൾസിൽ നിന്ന് റൂൾസ് പരിശോധിക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ റൂൾസ് ഒരേ സമയത്ത് ട്രിഗർ ചെയ്യപ്പെടും. ആ ട്രിഗർ ചെയ്യപ്പെടുന്ന റൂൾസിലെ ഏത് റൂളാണ് ആദ്യം ഫയർ ചെയ്യേണ്ടുന്നത്, അത് കഴിഞ്ഞിട്ട് ഏതാണ് ഫയർ ചെയ്യേണ്ടത്? ഇങ്ങനൊരു ചോദ്യമുണ്ട്. രണ്ടുകൂടെ ഒരുമിച്ച് ഫയർ ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരും. റൂൾ നമ്പർ 2 ഹാസ് ടു ബി ഫയർഡ് ഫസ്റ്റ് ഓർ റൂൾ നമ്പർ 3 ഹാസ് ടു ബി ഫയർഡ് ഫസ്റ്റ്. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കോൺഫ്ലിക്റ്റ് രണ്ടുപേരും മത്സരിക്കുക. ഞാൻ റൂൾ നമ്പർ 2 എന്നെ ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, റൂൾ നമ്പർ 3 എന്നെ ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. രണ്ട് കോൺഫ്ലിക്റ്റ്. ആ കോൺഫ്ലിക്റ്റിനെ സോൾവ് ചെയ്യണം. അതിനെയാണ് റിസല്യൂഷൻ എന്ന് പറയുന്നത്, കോൺഫ്ലിക്റ്റ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. അതിനൊരു മെക്കാനിസവും കൂടി എക്സ്പേർട്ട് സിസ്റ്റത്തിൽ കാണും. ഓക്കെ, ആ മെക്കാനിസം ബേസ് ചെയ്തിട്ടാണ് റൂൾ നമ്പർ 2 ആണോ റൂൾ നമ്പർ 3 ആണോ ആദ്യം ഫയർ ചെയ്യേണ്ടുന്നത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ പല എക്സ്പേർട്ട് സിസ്റ്റത്തിലും പല രീതിയിലാണ് കോൺഫ്ലിക്റ്റ് റെസല്യൂഷൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു തർക്കം വരുമ്പോൾ അതിനകത്ത് തന്നെ അതിൻ്റെ മെക്കാനിസം ഉണ്ട്. ഇൻ വൺ കോൺഫ്ലിക്റ്റ് റെസല്യൂഷൻ മെത്തേഡ് ദ റൂൾസ് ആർ ഗിവൺ പ്രയോറിറ്റി ലെവൽസ് ആൻഡ് വെൻ എ കോൺഫ്ലിക്റ്റ് ഒക്കേഴ്സ് ദ റൂൾ ദാറ്റ് ഹാസ് ഹയസ്റ്റ് പ്രയോറിറ്റി ഈസ് ഫയേർഡ്. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റൂൾ ബേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തൊട്ട് മുമ്പ് കണ്ട റൂൾ ബേസിനകത്ത് 4 റൂൾസ് ഉണ്ടല്ലോ. ആ റൂൾസിനെല്ലാം പ്രയോറിറ്റി കൊടുക്കും. പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും 2 വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രയോറിറ്റി കൂടിയത് ഏത് കുറവ് ഏത്, അപ്പോൾ ഓരോ റേറ്റിംഗ് കൊടുക്കും, പ്രയോറിറ്റി റേറ്റിംഗ്. അപ്പോൾ പ്രയോറിറ്റി റേറ്റിംഗ് ഉള്ളപ്പോൾ 2 റൂൾ ഒരുമിച്ച് റെഡി ആകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി റേറ്റിംഗ് ഉള്ള റൂളായിരിക്കും എടുത്ത് ആദ്യം ഫയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടേ അടുത്തത് ഫയർ ചെയ്യൂ. മനസ്സിലായോ? അങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് റെസല്യൂഷൻ ചില സിസ്റ്റത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം നോക്കിയേ. ഇഫ് പേഷ്യൻ്റ് ഹാസ് പെയിൻ ദെൻ പ്രിസ്ക്രൈബ് പെയിൻ കില്ലേഴ്സ്, പ്രയോറിറ്റി 10 എന്ന് കൊടുത്തിരിക്കുക. ഇഫ് പേഷ്യൻ്റ് ഹാസ് ചെസ്റ്റ് പെയിൻ ദെൻ ട്രീറ്റ് ഫോർ ഹാർട്ട് ഡിസീസ്, പ്രയോറിറ്റി 100. അപ്പോൾ പ്രയോറിറ്റി 10 കൂടുതൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, പ്രയോറിറ്റി 100 എന്ന് പറഞ്ഞാൽ രണ്ടിനകത്തും പെയിൻ എന്നാണ് വന്നിരിക്കുന്നത്, ചെസ്റ്റ് പെയിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രയോറിറ്റി എന്ന് കണ്ട ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് ഇങ്ങനെ പ്രയോറിറ്റിയും കൂടെ അസൈൻ ചെയ്ത് ചില റൂൾസിൽ കൊടുക്കുക. അപ്പോൾ ചില തർക്കങ്ങൾ വരുമ്പോൾ കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ നോക്കും. ഓക്കെ, ഇവിടെ പ്രയോറിറ്റി 100 ആയിരിക്കും ചിലപ്പോൾ, കാരണം ചെസ്റ്റ് പെയിനിന് കുറച്ചുകൂടെ ക്ലാരിഫൈ ആയിട്ട് പറയുന്നത് കൊണ്ട് അത് നമ്മൾ കൊടുക്കും. അപ്പോൾ പ്രയോറിറ്റി റേറ്റിംഗ് വെച്ചിട്ട് റൂൾസിനെ നമുക്ക് ഫയർ ചെയ്യാം. ഇനി രണ്ടാമത്തെ കോൺഫ്ലിക്റ്റ് റെസല്യൂഷൻ ചില സിസ്റ്റത്തിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് മാച്ചിങ് സ്ട്രാറ്റജി ആണ് ഉപയോഗിക്കുന്നത്. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് ഫയറിംഗ് ദ കൺക്ലൂഷൻ ദാറ്റ് വാസ് ഡിറൈവ്ഡ് ഫ്രം ദ ലോങ്ങസ്റ്റ് റൂൾ. അതായത് ലോങ്ങസ്റ്റ് റൂളിൽ നിന്ന് ഡിറൈവ് ചെയ്ത കൺക്ലൂഷനാണ് ആദ്യം ഫയർ ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറയാം. ഇഫ് പേഷ്യൻ്റ് ഹാസ് പെയിൻ ദെൻ പ്രിസ്ക്രൈബ് പെയിൻ കില്ലർ, അതൊരു റൂള്. ഇഫ് പേഷ്യൻ്റ് ഹാസ് ചെസ്റ്റ് പെയിൻ ആൻഡ് പേഷ്യൻ്റ് ഈസ് ഓവർ 60 ആൻഡ് പേഷ്യൻ്റ് ഹാസ് ഹിസ്റ്ററി ഓഫ് ഹാർട്ട് കണ്ടീഷൻ ദെൻ ടേക്ക് ടു എമർജൻസി റൂം. 2 റൂള് കണ്ടോ? ഈ രണ്ടാമത്തെ റൂളിൻ്റെ പ്രത്യേകത എന്താ? രണ്ടാമത്തെ റൂളിനകത്ത് കൂടുതൽ നമ്പർ ഓഫ് ആൻറ്റിസിഡൻറ്റ് പാർട്ട് നമ്മുടെ ഫാക്റ്റിനകത്തുണ്ട്. ആളുകൾ പറഞ്ഞു കൊടുത്ത ഇനിഷ്യൽ ഫാക്റ്റുമായിട്ട് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്ന ഇതുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ റൂളിലും പെയിൻ ഉണ്ട്, പേഷ്യൻറ്റിന് പെയിൻ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ ഇതിൽ തന്നെ രണ്ടാമത്തെ റൂളിൽ പറയുന്നത് പോലെ ഉണ്ട്. അപ്പോൾ ആ റൂളും എടുത്ത് അപ്ലൈ ചെയ്യാം. പെയിൻ എന്ന് പറയുന്നത് ആണ്, പെയിൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നും റൂൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പെയിനും ഉണ്ട്, അതിൻ്റെ കൂടെ 2 അഡീഷണൽ കണ്ടീഷനും കൂടെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടുന്നത് എന്താണെന്ന് രണ്ടാമത്തെ റൂളിലുണ്ട്. അപ്പോൾ രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ കൂടുതൽ നമ്പർ ഓഫ് കണ്ടീഷൻസ് ഒബേ ചെയ്യുന്ന റൂളാണ്. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കേസസിൽ
ഞാൻ പറഞ്ഞതുപോലെ ഫയറിംഗ് ദ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ടേക്ക് ടു ദ എമർജൻസി റൂം എന്നാണ്. ദാറ്റ് വാസ് ഡിറൈവ്ഡ് ഫ്രം ദ ലോങ്ങസ്റ്റ് റൂൾ. ലോങ്ങസ്റ്റ് റൂളിനകത്ത് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് എല്ലാം ഒബേ ചെയ്യുവാണെങ്കിൽ ആ ലോങ്ങസ്റ്റ് കണ്ടീഷൻ ഒബേ ചെയ്യുന്ന റൂള് വേണം എടുത്ത് ഫയർ ചെയ്യാൻ. അപ്പോൾ ഈ രണ്ടെണ്ണവും പിന്നെ ട്രിഗർ ചെയ്ത് നിന്നാലും രണ്ടാമത്തെ ആയിരിക്കും എടുത്ത് ഫയർ ചെയ്യുന്നത്. മനസ്സിലായോ? ഇതാണ് വേറൊന്ന്. ഇനി മൂന്നാമത്തെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഫോർവേഡ് ചെയിനിങ് നടത്തുന്നത് എ ഫർദർ മെത്തേഡ് ഈസ് ടു ഫയർ ദ റൂൾ ദാറ്റ് ഹാസ് മാച്ച്ഡ് ദ ഫാക്ട്സ് മോസ്റ്റ് റീസെൻ്റ്ലി ആഡഡ് ടു ദ ഡാറ്റാബേസ്. അതായത് നിങ്ങളുടെ നോളജ് ബേസിൽ ഏറ്റവും അവസാനമായിട്ട് ആഡ് ചെയ്യപ്പെട്ട റൂൾ ഏതാണെന്ന് നോക്കും. അതായത് നമ്മൾ ഒരു എക്സ്പെർട്ട് സിസ്റ്റം നിർമ്മിക്കുമ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ 100 റൂളേ ഉള്ളതെന്ന് വെച്ചു. നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പം ഇത് അപ്ഡേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ടിൽ നിന്ന് പുതിയ പുതിയ അറിവുകൾ കിട്ടുമ്പോഴത്തേന് നോളജ് എഞ്ചിനീയറിന് നമുക്കത് എഡിറ്റ് ചെയ്ത് അഡീഷണൽ റൂൾസ് ആഡ് ചെയ്യാനൊക്കെ, അങ്ങനെ എൻറിച്ച് ചെയ്യാനൊക്കെ, അപ്ഡേറ്റ് ചെയ്യാനൊക്കെ എക്സ്പെർട്ട് സിസ്റ്റം. അങ്ങനെ വരുമ്പോൾ ഏറ്റവും അവസാനം ചിലപ്പോൾ ഓൾറെഡി കിടക്കുന്ന റൂളുമായിട്ട് സിമിലർ ആയിട്ട് വരുന്ന കണ്ടീഷൻസ് ഉള്ള പുതിയ റൂൾസ് അതിനകത്ത് ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യപ്പെട്ട റൂളിന് കൂടുതൽ പ്രസക്തി ഉണ്ട് എന്നാണ് ഈ എക്സ്പെർട്ട് സിസ്റ്റം വിചാരിക്കുന്നത്. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത റൂളിന് കൂടുതൽ പ്രസക്തി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് റൂൾ നമ്പർ 2ഉം റൂൾ നമ്പർ 3 ആണെങ്കിൽ ഏതാണ് ഏറ്റവും അവസാനം ആഡ് ചെയ്തത്? റൂൾ നമ്പർ 3 ആണ് അവസാനം ആഡ് ചെയ്തതെങ്കിൽ റൂൾ നമ്പർ 3 എടുത്ത് ഫയർ ചെയ്യും, എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടേ റൂൾ നമ്പർ 2ന് പ്രാധാന്യം ഉള്ളൂ. അതാണ് മോസ്റ്റ് റീസെൻ്റ്ലി ആഡഡ് റൂൾ ഇൻ ദി കോൺഫ്ലിക്റ്റിംഗ് റൂൾസ് വിൽ ബി സെലക്റ്റഡ് ഫോർ ഫയറിംഗ്. ഓക്കെ, ഇനി ഇവിടെ ആ ഫോർവേഡ് ചെയിനിങ് അൽഗോരിതം എഴുതിയിരിക്കുകയാണ്. നോക്കിയേ എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്ന്. കൺസിഡർ ദ ഇനിഷ്യൽ ഫാക്ട്സ്. ഞാൻ പറഞ്ഞ കണക്ക് കൺസിഡർ ദ ഇനിഷ്യൽ ഫാക്ട്സ്, സ്റ്റോർ ദം ഇൻ വർക്കിംഗ് മെമ്മറി. വർക്കിംഗ് മെമ്മറിയിൽ കൊണ്ടുപോയി ഇനിഷ്യൽ കണ്ടീഷൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കണം. ഇനി എന്ത് ചെയ്യണം? ചെക്ക് ദ ആൻറ്റിസിഡൻറ്റ് പാർട്ട്. ആൻറ്റിസിഡൻറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഓരോ റൂൾ എടുത്ത് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കണ്ടീഷണൽ പാർട്ട് ചെക്ക് ചെയ്യണം. എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഈ ഇനീഷ്യൽ ഫാക്ട്സ് ഉണ്ടോയെന്ന്. ഇഫ് ഓൾ ദ കണ്ടീഷൻസ് ആർ മാച്ച്ഡ്, എല്ലാ കണ്ടീഷനകത്തും നമ്മൾ തന്നിരിക്കുന്ന ഇനീഷ്യൽ ഫാക്ട്സ് ഉണ്ടെങ്കിൽ ദെൻ ഫയർ ദ റൂൾ, എക്സിക്യൂട്ട് ദ റൈറ്റ് സൈഡ്, ആക്ഷൻ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഇഫ് ദർ ഈസ് ഓൺലി വൺ റൂൾ ദെൻ ഡു ദ ഫോളോയിങ്. ഒറ്റ റൂളേ ഉള്ളെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫോം ആക്ഷൻ, ആ ആക്ഷൻ ചെയ്യുകയും വർക്കിംഗ് മെമ്മറിയിൽ മോഡിഫിക്കേഷൻ വേണം. മോഡിഫൈ ദ വർക്കിംഗ് മെമ്മറി ആൻഡ് അപ്ഡേറ്റ് ദ ഫാക്ട്സ്. കാരണം എന്താ? ആക്ഷൻ നടത്തിയ ഭാഗത്ത് വരുന്ന ചില സത്യങ്ങളുണ്ട്, അതാണല്ലോ നടപ്പിലാക്കുന്നത്. ആ നടപ്പിലാക്കിയ സത്യവും കൂടെ ഫാക്റ്റ് എൻ്റെ കൂട്ടത്തിൽ വർക്കിംഗ് മെമ്മറിയിൽ ഇനീഷ്യൽ ഫാക്ട്സിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ ഇനീഷ്യൽ ഫാക്റ്റ് 2 ഉള്ളെങ്കിൽ ഈ ഒരു റൂൾ എടുത്ത് ആക്ഷൻ പെർഫോം ചെയ്യുമ്പോഴത്തേന് ഇനീഷ്യൽ ഫാക്ട്സിൻ്റെ എണ്ണം കൂടും. ഇനി എന്നിട്ട് എന്ത് ചെയ്യണം? ചെക്ക് ഫോർ ന്യൂ കണ്ടീഷൻ. എന്നിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഈ 3 എണ്ണോടെ വരുന്ന ഇനി എന്തെങ്കിലും റൂളുകൾ ഉണ്ടെങ്കിൽ അതും എടുത്ത് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഒരു റിപ്പീറ്റീവ് പ്രോസസ്സാണ്. ഈ പുതിയത് കൂടെ വരുമ്പോൾ 3 എണ്ണോടെ ചേരുന്ന എന്തെങ്കിലും കൂടെ എടുക്കണോ, എന്നിട്ടേ അത് അവസാനം നിൽക്കൂ. ഇഫ് മോർ ദാൻ 1 റൂൾ ഈസ് സെലക്റ്റഡ്. ഇനി ചില കേസസിനകത്ത് ഫാക്ട്സുകൾ വെച്ചിട്ട് നോക്കുന്ന ഉടനെ ഒന്നിൽ കൂടുതൽ റൂൾ ഫയർ ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണെങ്കിൽ യൂസ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്ട്രാറ്റജി. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റൂൾ ആൻഡ് ഗോ ബാക്ക് ടു സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4ലേക്ക് എത്തി ആ റിപ്പറ്റേറ്റീവ് പ്രോസസ്സ് എടുക്കണം. അത് ഫയർ ചെയ്ത് ആക്ഷൻ എടുത്ത് വർക്കിംഗ് മെമ്മറിയിൽ ആഡ് ചെയ്ത് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് പോകണം. എപ്പോഴാണോ നിൽക്കുന്നത് കണ്ടിന്യൂ അൺടിൽ ആൻ അപ്രോപ്രിയേറ്റ് റൂൾ ഈസ് ഫൗണ്ട് ആൻഡ് എക്സിക്യൂട്ടഡ്. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യണം. അതായത് ഇനി ഒരു റൂള് എടുത്ത് ഫയർ ചെയ്യാൻ ഇല്ലാത്തടത്തോളം കാലം വരെ അത് കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ ആ ആക്ഷൻസ് എല്ലാം പെർഫോം ചെയ്തുകൊണ്ട് ഇരിക്കണം. ഇതാണ് ഫോർവേഡ് ചെയിനിങ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേ ഫോർവേഡ് ചെയിനിങ് അൽഗോരിതത്തിന് മറ്റൊരു എക്സാമ്പിൾ ഞാൻ സിംബോളിക് ഫോമിൽ കാണിക്കാം. അപ്പോൾ സിംബോളിക് ഫോമിലാവുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നത്. ഇവിടെ റൂൾസ് എല്ലാം ഞാൻ ലോജിക്കിൻ്റെ ഫോമിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ലോജിക്കിൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്ത് റൂൾസ് നോളജ് ബേസിൽ ഉണ്ട് എന്ന് നിങ്ങൾ കരുതണം. എന്തൊക്കെ റൂൾസാണ്? റൂൾ നമ്പർ 1, A ആൻഡ് B ഇംപ്ലൈസ് C. റൂൾ നമ്പർ 2, ഇഫ് A then D എന്ന് കാണിക്കുന്നത്. റൂൾ നമ്പർ 3, C ആൻഡ് D ഇംപ്ലൈസ് E. റൂൾ നമ്പർ 4, B ആൻഡ് E ആൻഡ് F ഇംപ്ലൈസ് G. Rule number 5, A and E implies H. Rule number 6, D and E and H implies I. ഇത്
ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൂൾസാണ്. ഈ എയും ബിയും എല്ലാം ഓരോരോ ഫാക്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ വേറൊരു എക്സ്പേർട്ട് സിസ്റ്റം. ആ എക്സ്പേർട്ട് സിസ്റ്റത്തിനകത്ത് 6 റൂൾസാണ് അതിൻ്റെ നോളജ് ബേസിലുള്ളത്. ഓരോ റൂളും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇഫ് ദെൻ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇംപ്ലൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇംപ്ലൈസിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇംപ്ലൈസ് സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡ് കണ്ടീഷനും റൈറ്റ് സൈഡ് ആക്ഷനുമാണ്. ഒന്നാമത്തെ നോക്കിയാൽ എ ആൻഡ് ബി, അതിൻ്റെ അർത്ഥം ഇഫ് എ ആൻഡ് ബി ദെൻ സി. രണ്ടാമത്തെ കേസ് ഇഫ് എ ദെൻ ഡി. അടുത്തതോ ഇഫ് സി ആൻഡ് ഡി ദെൻ ഇ. കണ്ടോ, നാലാമത്തെ റൂളിൽ 3 എണ്ണം ഉണ്ട് കണ്ടീഷൻ. ഇഫ് എ ആൻഡ് ഇ ആൻഡ് എഫ് ഈസ് ട്രൂ എന്നാണ് അർത്ഥം, ദെൻ പെർഫോം ജി എന്നാണ്. എ ആൻഡ് ഇ ദെൻ എച്ച്, ഡി ആൻഡ് ഇ ആൻഡ് എച്ച് ദെൻ ഐ. ഇങ്ങനെയാണ് റൂൾസ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇനിഷ്യൽ ഫാക്റ്റായിട്ട് നമ്മൾ പറയുക എ ബി ആൻഡ് എഫ് ഈസ് ട്രൂ. ഒരു ഇനിഷ്യൽ ഫാക്റ്റ് കൊടുക്കുക. എ ഉണ്ട്, ബി ഉണ്ട്, എഫ് ഉണ്ട്. എ എന്ത് ഉണ്ട്, ബി ഉണ്ട്, എഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ എ ഈസ് ട്രൂ, ബി ഈസ് ട്രൂ, എഫ് ഈസ് ട്രൂ. ആക്ഷൻ എടുക്കാൻ പറയുക. ഓക്കെ, സിംബോളിക്കാണ്. അപ്പോൾ സിസ്റ്റം ഈസ് ദ വൺ വർക്കിംഗ് ടു പ്രൂവ് എച്ച് ഓർ നോട്ട്. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടുന്നത് എച്ച് ഓർ നോട്ട്, എച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇവിടെ എച്ചിലേക്ക് എത്തിച്ചേരുന്നോ ഇല്ലയോ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. ആസ് അവർ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്ട്രാറ്റജി വി വിൽ ഫയർ റൂൾസ് ഇൻ ദ ഓർഡർ they appear in the database starting from റൂൾ നമ്പർ 1. ഞാൻ പറഞ്ഞല്ലോ ആ ഓർഡർ ഫോളോ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ 2 എണ്ണം വരുവാണെങ്കിൽ ഒന്നാമത്തെ റൂള് ഏതാണോ ആ റൂളായിരിക്കും നമ്മളെടുത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷന് വേണ്ടി. ഓർഡർ ഇപ്പോൾ റൂൾ നമ്പർ 3ഉം റൂൾ നമ്പർ 4ഉം ഫയർ ചെയ്യാം, ട്രിഗർ ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ റൂൾ നമ്പർ 3 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. കാരണം റൂൾ നമ്പർ 3 ഈസ് 1 ahead, അതാണ് മുന്നിൽ വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ളതാണ് ഇവിടെ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഓർഡർ ഇൻ വിച്ച് ദ റൂൾ അപ്പിയർ, ഒന്നിൽ കൂടുതൽ റൂൾസ് ഫയർ ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. ഫാക്സ് എ ബി എഫ് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇനിഷ്യൽ ഫാക്സുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന റൂൾസാണ്, അതിൻ്റെ നോളജ് ബേസിൽ ഇത്രയും റൂൾസ് ഉണ്ട്. അപ്പോൾ മേളിൽ കിടക്കുന്ന ഫാക്റ്റും താഴെ കിടക്കുന്ന റൂൾസ് ഉപയോഗിച്ചാണ് ഫോർവേഡ് ചെയിനിങ് രീതിയിൽ ഈ ഇൻഫറൻസ് എഞ്ചിൻ വർക്ക് ചെയ്ത് സൊല്യൂഷനിലേക്ക് എത്തിച്ചേരേണ്ടത്. എച്ച് എന്ന് പറയുന്നത് കിട്ടുകയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. എച്ച് ആണ് ആക്ഷൻ. ഓക്കെ, നമ്മുടെ ഫോർവേഡ് സിസ്റ്റം പിന്നെ ഫോർവേഡ് ചെയിനിങ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. വെദർ എച്ച് ഈസ് റീച്ച്ഡ് ഓർ എച്ച് ഈസ് നോട്ട് ദെയർ എന്നുള്ളതാ തീരുമാനം. ഒരു സിമ്പിൾ എക്സ്പേർട്ട് സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഒറ്റ ഒരു റിസൾട്ടേ ഈ എക്സ്പേർട്ട് സിസ്റ്റം തരൂ. അതായത് ഈ പരിശോധനയെല്ലാം കഴിയുമ്പോൾ ഈ ഫാക്റ്റ് കൊടുത്തിട്ട് ഇത് വർക്ക് ചെയ്ത് എച്ച് ഈസ് ദെയർ ഓർ എച്ച് ഈസ് നോട്ട് ദെയർ ഇതാ തരാൻ പോകുന്നത്. ഇപ്പോൾ എച്ച് ഈസ് ദെയർ അല്ലെങ്കിൽ എച്ച് ഈസ് ദെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്ത്, കാരണം ഡിസിഷൻ എടുത്തു, എച്ച് ഉണ്ടെന്ന അർത്ഥം. എത്തിയില്ലെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, നോക്കാം. അപ്പോൾ ഇനിഷ്യൽ ഫാക്റ്റ് എ കോമ ബി കോമ എഫ് ഫാക്സിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ റൈറ്റ് സൈഡ് ടേബിൾ നോക്കിയാൽ ബ്ലാക്ക് കളറിൽ ഫാക്റ്റ്, റൂൾസ് ട്രിഗേർഡ്, റൂൾസ് ഫയേർഡ്. എ ബി ആൻഡ് എഫ് അവിടെ കൊണ്ടുപോയി എഴുതി വെച്ചിരിക്കുന്നു, കണ്ടല്ലോ. ഇനി എ ബി ആൻഡ് എഫ് വരുന്ന കണ്ടീഷനായിട്ട് വരുന്ന ഏത് റൂളാണുള്ളതെന്ന് നിങ്ങൾ റൂൾസിൻ്റെ കൂട്ടത്തിലൊന്ന് പരിശോധിച്ച്. അപ്പോൾ ഞാൻ പറയും റൂൾ നമ്പർ 1 ദാണ്ട എ ബി ആൻഡ് എഫ് ഒരുമിച്ച് വരുന്ന ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. ഒന്നാമത്തെ റൂളിൽ എയും ബിയേ ഉള്ളൂ, രണ്ടാമത്തേനകത്ത് എ ഉണ്ട്, മൂന്നാമത്തേനകത്ത് ഈ പറയുന്ന ഒന്നുമില്ല, നാലാമത്തേനകത്ത് എഫ് ഉള്ളൂ, 5-നകത്ത് എ ഉണ്ട്, പക്ഷേ ഇ ആണ് കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പരിശോധിച്ചാൽ ഈ 6 റൂളും പരിശോധിച്ചാൽ ഈ 3 ഇനീഷ്യൽ ഫാക്ട്സ് വെച്ചിട്ട് നമുക്ക് ട്രിഗർ ചെയ്യപ്പെടാവുന്ന റൂൾ എന്ന് പറഞ്ഞാൽ 2 റൂളേ ഉള്ളൂ. ഒന്ന് റൂൾ നമ്പർ 1, കാരണം എയും ബിയും ട്രൂ ആണെങ്കിൽ സി ട്രൂ ആണെന്ന് പറയുന്നുണ്ട്. ഇനി റൂൾ നമ്പർ 2-നകത്ത് എ ട്രൂ ആണെങ്കിൽ ഡിയും ട്രൂ ആണെന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടുമേ ഇനിഷ്യൽ ഫാക്റ്റിൽ നിന്ന് നമുക്ക് ട്രിഗർ ചെയ്യാൻ ഒക്കെ ഉള്ളൂ. വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ, ഇല്ല. ബാക്കിയെല്ലാം ഇല്ലാത്ത കേസാണ്. ഇവിടെ എ ആൻഡ് ബി, ഇവിടെ എ. എന്തുകൊണ്ടാണ് റൂൾ നമ്പർ 4 എടുക്കാത്തത്? അത് എഫിൻ്റെ കൂടെ ബിയും ഇയും ട്രൂ ആകുമ്പോൾ മാത്രമേ നമുക്ക് റൂൾ നമ്പർ 4 എടുക്കാൻ ഒക്കൂ. എഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായോ? അതുകൊണ്ടാണ് റൂൾ നമ്പർ 4 എടുക്കാത്തത്. പക്ഷേ കണ്ടീഷണൽ പാർട്ടാണ് നമ്മൾ നോക്കേണ്ടുന്നത്. കണ്ടീഷണൽ പാർട്ട് എ ആൻഡ് ബി ട്രൂ ആണല്ലോ, അത് ഇനിഷ്യൽ ഫാക്റ്റ് ഓൾറെഡി ട്രൂ ആണെങ്കിൽ എയും ബിയും ട്രൂ ആവുന്ന കേസിൽ അവിടെ സി ട്രൂ ആണെന്നാണ് റൂൾ നമ്പർ 1 പറയുന്നത്. ഇനി എ ട്രൂ ആണെങ്കിൽ ഡിയും ട്രൂ ആണ് എന്നാണ് രണ്ടാമത്തെ റൂൾ. അപ്പോൾ ഈ 2 റൂൾസേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എ ബി എഫ് എന്ന ഫാക്റ്റ് എന്ന് എഴുതിയിട്ട് ഏത് റൂൾസാണ് ട്രിഗർ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ 1,2 എന്ന് എഴുതിയിരിക്കുന്നത്. 1,2.
ഇനി 1,2 എന്ന് പറയുമ്പോൾ 2 റൂളുണ്ട്. ഇതിൽ ഏത് റൂൾ എടുത്ത് ആദ്യം ഫയർ ചെയ്യും? ഒന്നാമത്തത്. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 റൂൾ വന്നാൽ ആ റൂൾ ഡാറ്റാബേസിനകത്ത് ആദ്യമായിട്ട് ഉള്ള റൂൾ ഏതാ? നമ്പർ 1. അപ്പോൾ അത് ഫയർ ചെയ്യുന്നു. കണ്ടോ, റൂൾ ഫയർഡ് എന്ന് പറഞ്ഞ 1 ഫയർ ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ഷൻ നടക്കണമല്ലോ. എന്തോ ആക്ഷൻ എന്ന് നോക്കിയേ. എ ഇംപ്ലൈസ് ഇഫ് എ ആൻഡ് ബി ഇസ് ട്രൂ ദെൻ ഇറ്റ് ഇംപ്ലൈസ് സി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സി എവിടെ വരും? ആക്ഷൻ പെർഫോം ചെയ്യും. ആക്ഷൻ പെർഫോം ചെയ്താൽ ഫോർവേഡ് ചെയിനിങ് എന്താ ചെയ്യേണ്ടത്? ഫാക്റ്റിൻ്റെ കൂട്ടത്തിൽ സി എടുത്തിടണം. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ റോ നോക്കിയേ. എ കോമ ബി കോമ സി കോമ എഫ്. ആ ഓർഡറിൽ എഴുതിയിരുന്നേ ഉള്ളൂ. എയും ബിയും സിയും എഫും ഇപ്പോൾ എവിടെ ഉണ്ട്? ഡാറ്റാബേസിലുണ്ട്. ഇനി എയും ബിയും സിയും എഫും വരുന്ന റൂൾ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ ഏത് മിച്ചമുണ്ട്? എയും ബിയും സിയും എഫും ഉള്ളത്. ഓൾറെഡി ഫയർ ചെയ്ത റൂൾ ഇനി നോക്കട്ടെ. കാരണം എ ആൻഡ് ബി ദെൻ സി എന്ന് പറയുന്നത് ഫയർ ചെയ്താണ് സി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി മിച്ചം കിടക്കുന്നത് ഈ റൂൾ ബേസിൽ നോക്കിയാൽ റൂൾ നമ്പർ 2 ആണ് ഇപ്പം കിടക്കുന്ന എ കോമ ബി കോമ സി കോമ എഫ് എന്നുള്ള ഫാക്ട്സ് വെച്ചിട്ട് റൂൾ ബേസുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് എടുത്ത് ട്രിഗർ ചെയ്യാവുന്ന റൂൾ. അതുകൊണ്ടാണ് 2 എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, വേറെ മത്സരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? റൂൾ നമ്പർ 2 ഫയർ ചെയ്യും. അതാണ് റൂൾ നമ്പർ 2 ഫയർ ചെയ്തതെന്ന് ആ റോയിൽ അവസാനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ റൂൾ നമ്പർ 2 എന്തോ പറയുന്നത്? ഇഫ് എ ഈസ് ട്രൂ ദെൻ ഡി. അപ്പോൾ ഡി എന്ത് ചെയ്യണം? ഡി നമുക്ക് ഫാക്റ്റിൻ്റെ കൂട്ടത്തിലേക്ക് ഇടണം. മൂന്നാമത്തെ റോ നോക്കിയേ. എ കോമ ബി കോമ സി കോമ ഡി. ഇപ്പം ഡി മൂന്നാമത്തെ റോയിൽ വന്നിട്ടുണ്ടല്ലോ. കാരണം എന്താ? ഡി പെർഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഡിയും കൂടി ഇട്ടപ്പോൾ എ ബി സി ഡി എഫ്. കണ്ടോ? എ ബി സി ഡി എഫ്. ഇനി എ ബി സി ഡി എഫ് വെച്ചിട്ട് ഈ റൂൾ ബേസ് നമ്മൾ പരിശോധിച്ചു. ഓൾറെഡി റൂൾ നമ്പർ 1ഉം 2 അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കൺസിഡർ ചെയ്യണ്ട. വേറെ ഏതുണ്ടെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ദാണ്ടെ സിയും ഡിയും കൂടെ വരുന്നതാണ് റൂൾ നമ്പർ 3. ബാക്കിയുള്ളതിനകത്തെല്ലാം ആവശ്യമില്ലാത്ത ടേംസും കൂടെ ഉണ്ട്. അതായത് റൂൾ നമ്പർ 4 എടുക്കാൻ ഒക്കത്തില്ല. കാരണം ഇ ഉണ്ട്. റൂൾ നമ്പർ 5നകത്ത് ഇ ഉണ്ട്. റൂൾ നമ്പർ 6ൽ ഇ ഉണ്ട്. അതുകൊണ്ട് ആകെ ഒരു റൂൾ മാത്രമേ ഈ മൂന്നാമത്തെ റോയിൽ കാണിച്ചിരിക്കുന്ന ഫാക്ട്സ് വെച്ചിട്ട് റൂൾ ബേസിൽ നിന്ന് നമുക്ക് കിട്ടും. അതാണ് 3. അപ്പോൾ ആ 3 അങ്ങ് ഫയർ ചെയ്യണം. അതാണ് റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന 3 ഈസ് ഫയർഡ് എന്നുള്ളത്. 3 ഫയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇ എന്ന് പറയുന്ന ആക്ഷനാണ് പെർഫോം ചെയ്യുന്നത്. ഇയും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നാലാമത്തെ റോ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ എ കോമ ബി കോമ സി കോമ ഡി കോമ ഇ കോമ എഫ്. അപ്പോൾ ഇയും കൂടെ ഫാക്റ്റ് ഡാറ്റാബേസിൽ എത്തി. ഈ ഇത്രയും കാര്യങ്ങളൂടെ വരുമ്പോഴത്തേനും ഇനി മിച്ചമുള്ള റൂൾസിനകത്ത് ഏതൊക്കെ എടുത്ത് ഫയർ ചെയ്യാൻ ഒക്കും? അപ്പം നോക്കുമ്പോൾ റൂൾ നമ്പർ 4 നോക്കിയാൽ ഇപ്പോൾ ബിയും ഇയും എഫും ഉണ്ട് ഡാറ്റാബേസിനകത്ത്. ഓക്കെ, അപ്പോൾ റൂൾ നമ്പർ 4 അടുത്തതായിട്ട് നമുക്ക് ട്രിഗർ ചെയ്ത് ഫയർ ചെയ്യാൻ ഒക്കും. ഇനി ഒന്നും കൂടെ ഉണ്ട്. റൂൾ നമ്പർ 5 വെക്കും. നോക്കിയാൽ എ ആൻഡ് ഇ. ഇപ്പോൾ ഇയും കൂടെ വന്നല്ലോ. എ ആൻഡ് ഇ ആണെങ്കിൽ എച്ച് എന്ന് പറഞ്ഞ് ഉള്ളതുണ്ട്. അപ്പം 4,5. ഓക്കെ, റൂൾ നമ്പർ 6 ഒക്കത്തില്ല. റൂൾ നമ്പർ 6 ഒക്കാത്തതെന്ന് പറഞ്ഞാൽ എച്ച് എന്ന് പറയുന്ന ഒരു ഘടകവും കൂടി ഇതിനകത്ത് കണ്ടീഷനുണ്ട്. അത് നമുക്ക് ഇതുവരെ ഒബേ ചെയ്തിട്ടില്ല. അപ്പോൾ റൂൾ നമ്പർ 4,5 ആണ് ട്രിഗർ ചെയ്യപ്പെടാവുന്നതെന്ന് എഴുതുന്നത്. അതിലാദ്യം ആരെ ട്രിഗർ ചെയ്യും? റൂൾ നമ്പർ 4. കാരണം ഓർഡറിൽ 4 ആണ് മുന്നിൽ. അപ്പോൾ 4 എക്സിക്യൂട്ട് ചെയ്യും. 4 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? ജി എങ്ങോട്ട് വരും? ഡാറ്റാബേസിൽ വന്നു. ജി ഡാറ്റാബേസിൽ വന്നു കഴിഞ്ഞാൽ എ ബി സി ഡി ഇ എഫ് ജി കണ്ടോ വന്നത്. ഇനി ഇത്രയും വെച്ചിട്ട് റൂൾ ബേസിൽ നോക്കിയേ ഏത് മാച്ച് ചെയ്യുമെന്ന്? റൂൾ നമ്പർ 5 അല്ലാതെ ഇനി വേറെ ഒന്നും എക്സിക്യൂട്ട് ചെയ്യും. റൂൾ നമ്പർ 6 ഇപ്പോഴും ഒക്കത്തില്ല. കാരണം എച്ച് വന്നിട്ടില്ല. അപ്പോൾ റൂൾ നമ്പർ 5 എന്ത് ചെയ്യും? ഫയർ ചെയ്യും. ഫയർ ചെയ്യുമ്പോൾ റൂൾ നമ്പർ 5നകത്ത് എന്തോ പറയുന്നത്? ഇഫ് എ ആൻഡ് ഇ ദെൻ എച്ച് ഡാറ്റാബേസിലേക്ക് ആഡ് ചെയ്യും. എച്ച് ഡാറ്റാബേസിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എച്ച് ഈസ് ഓൾസോ ട്രൂ എന്ന് ഫാക്റ്റ് വന്നു കഴിഞ്ഞു. അതാണല്ലോ പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളുടെ എക്സ്പേർട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് തന്നെ എച്ച് ഈസ് ട്രൂ ഓർ എച്ച് ഈസ് നോട്ട് എന്നാണ്. എച്ച് ഈസ് ട്രൂ എന്നുള്ളത് താണ്ട ഈ 5ാമത്തെ റൂൾ ഫയർ ചെയ്യുമ്പം തന്നെ വന്നു. എച്ച് ഈസ് ട്രൂ എന്ന് തീരുമാനിക്കുകയും എച്ച് ഫാക്റ്റ് ഡാറ്റാബേസിൽ എത്തുകയും ചെയ്യുമ്പോൾ യു ഹാവ് ടു സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ 6th റൂള് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഒക്കും. വേണ്ട 6th റൂള് നോക്കിയേ. ഡി ആൻഡ് ഇ ആൻഡ് എച്ച് ആണ് 6th റൂള്. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. കാരണം എച്ച് ഈസ് ട്രൂ എന്നാണ് നമ്മുടെ സിസ്റ്റം പ്രൂവ് ചെയ്യുക. സിസ്റ്റം വർക്ക് ചെയ്യുന്നത് തന്നെ എച്ച് ഈസ് ട്രൂ എച്ച് ഈസ് നോട്ട് ട്രൂ ഇത് പ്രൂവ് ചെയ്യാനായിട്ടാണ് എക്സ്പേർട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഈ കേസിൽ അതായത് എ ബി എഫ് എന്ന് പറയുന്ന 3 കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എച്ച് ഈസ് ട്രൂ എന്നുള്ള കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നു. ഇതാണ് അടുത്ത ഒരു എക്സാമ്പിളായിട്ട് ഉള്ളത്. ബാക്ക്വേർഡ് ചെയിനിങ് അടുത്ത ക്ലാസ്സിൽ ഇത് 3-4 പ്രാവശ്യം നിങ്ങൾ കേട്ടാലേ ഇത് മനസ്സിലാവും.